ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും നമസ്കാരമുണ്ട്. എന്തുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിരിക്കുന്നോ? എല്ലാവരും സുഖമായിരിക്കട്ടെ. എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം കണ്ടോ. അപ്പം ഇന്നത്തെ അപ്ഡേറ്റ്സിൽ മെയിനായിട്ടും സ്കൂളിലെ വേക്കൻസിയാണ് കേട്ടോ. ശാന്തിനികേതൻ ഇന്ത്യൻ സ്കൂളുകാർ ടീച്ചേഴ്സിൻ്റെ വേക്കൻസി പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഏതൊക്കെ സബ്ജക്റ്റാണെന്ന് പറയാം. പ്രീ പ്രൈമറി മദർ ടീച്ചർ, പ്രീ പ്രൈമറി അസിസ്റ്റന്റ് ടീച്ചർ, അറബിക് ആൻഡ് ഇസ്ലാമിക്, ആർട്ട് ആൻഡ് ക്രാഫ്റ്റ്, ICT, അതായത് BSc കമ്പ്യൂട്ടർ സയൻസ് എന്നാണ് ഇതിൻ്റെ എഡ്യൂക്കേഷൻ റിക്വയർമെൻറ്റ്സ് കേട്ടോ. സോഷ്യൽ സയൻസ്, ഡാൻസ് ആൻഡ് മ്യൂസിക്, മാത്തമാറ്റിക്സ്, ഇംഗ്ലീഷ്, സയൻസ്, മലയാളം, ഹിന്ദി, ഫ്രഞ്ച്, തമിഴ്, ഉറുദു, പിന്നെ ഉറുദു, ഇത്രയും സബ്ജക്റ്റിലാണ് അവർ വേക്കൻസി ഇട്ടിരിക്കുന്നത്. എല്ലാത്തിനും ബാച്ചിലർ ഡിഗ്രിയും BEdും ആണ് എഡ്യൂക്കേഷണൽ റിക്വയർമെൻറ്റ്സ്. പ്ലസ് 3 years എക്സ്പീരിയൻസ്, CBSE സ്കൂളിലുള്ള 3 വർഷത്തെ എക്സ്പീരിയൻസ്. അപ്പം നല്ല ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ സ്കില്ല് വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ടീച്ചേഴ്സിൻ്റെ വേക്കൻസി. അതുപോലെ തന്നെ അവർ ഫിസിക്കൽ എഡ്യൂക്കേഷൻ ടീച്ചറിൻ്റെ വേക്കൻസി ഇട്ടിട്ടുണ്ട് കേട്ടോ. ബാച്ചിലർ ഡിഗ്രിയാണ്, BPed MPed ആണ് എഡ്യൂക്കേഷണൽ റിക്വയർമെൻറ്റ്സ് ചോദിച്ചിരിക്കുന്നത്. അതുപോലെ 3 വർഷത്തെ എക്സ്പീരിയൻസ് വേണമെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ, ഫിസിക്കൽ എഡ്യൂക്കേഷൻ ടീച്ചർ. അതുപോലെ തന്നെ നോൺ ടീച്ചർ വേക്കൻസി ആയിട്ടുള്ള അഡ്മിൻ ഓഫീസറിൻ്റെ ഒരു വേക്കൻസി അവർ ഇട്ടിട്ടുണ്ട്. അതിനും ബാച്ചിലർ ഡിഗ്രിയാണ് ക്വാളിഫിക്കേഷൻ, പ്ലസ് സിമിലർ ആയിട്ടുള്ള 3 വർഷത്തെ എക്സ്പീരിയൻസ് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഈ വേക്കൻസി ഒക്കെ ഇട്ടിരിക്കുന്നത് ശാന്തിനികേതൻ ഇന്ത്യൻ സ്കൂളാണ് കേട്ടോ, ഖത്തർ. അപ്പം ഇത്രയും വേക്കൻസിയാണ് അവർ പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ മെയിൽ IDയും ഡീറ്റെയിൽസും ഒക്കെ അവരുടെ അഡ്വർടൈസ്മെൻറ്റിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒന്നെങ്കിൽ അവരുടെ പേജ് വിസിറ്റ് ചെയ്യുക, ഇൻഫർമേഷൻ വേണമെങ്കിൽ കമൻറ്റ് ചെയ്യുക, ഞാൻ ഫോർവേഡ് ചെയ്ത് തരാം കേട്ടോ. അതുപോലെ ടീച്ചേഴ്സിനെ നാട്ടിൽ നിന്ന് ഹയർ ചെയ്യുന്നുണ്ട്. ജസീന ഹ്യൂമൻ റിസോഴ്സ് ആണ് ഇട്ടിരിക്കുന്നത് കേട്ടോ. ഖത്തറിലെ പ്രൈവറ്റ് സ്കൂളിലേക്ക് ടീച്ചേഴ്സിനെ ഹയർ ചെയ്യുന്നെന്ന് പറഞ്ഞ് അവർ ഇന്ന് ആണ്, അതായത് 21/1/2026 അവർ വേക്കൻസി പബ്ലിഷ് ചെയ്തിരിക്കുന്നത് കേട്ടോ. ജസീന ഹ്യൂമൻ റിസോഴ്സ് ഖത്തർ പ്രൈവറ്റ് സ്കൂളിലേക്കാണെന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ റിക്വയർമെൻറ്റ്സ് എന്ന് പറയുന്നത് ബാച്ചിലർ ഡിഗ്രിയാണ്. ബാച്ചിലർ ഡിഗ്രി പ്ലസ് 5 വർഷത്തെ എക്സ്പീരിയൻസ് ആണ് അതിൽ ചോദിച്ചിരിക്കുന്നത് കേട്ടോ. CBSE സ്കൂളിലുള്ള 5 വർഷത്തെ എക്സ്പീരിയൻസും ബാച്ചിലർ ഡിഗ്രി പ്ലസ് BEd. ഇതാണ് ജസീന ഹ്യൂമൻ റിസോഴ്സിൻ്റെ വെബ്സൈറ്റിൽ കിടക്കുന്ന എഡ്യൂക്കേഷണൽ റിക്വയർമെൻറ്റ്സ് കേട്ടോ. ഏതൊക്കെ സബ്ജക്റ്റിലാണ് അവർ വേക്കൻസി ഇട്ടിരിക്കുന്നതെന്ന് പറയാം. KG ടീച്ചർ, KG ലാംഗ്വേജ് ടീച്ചർ, ഇംഗ്ലീഷ് ടീച്ചർ, മാത്തമാറ്റിക്സ്, EVS, സയൻസ്, ഫിസിക്സ്, ബയോളജി, സോഷ്യൽ സയൻസ്, അക്കൗണ്ടൻസി, മലയാളം, ഹിന്ദി, കമ്പ്യൂട്ടർ, ഫിസിക്കൽ എഡ്യൂക്കേഷൻ, മ്യൂസിക്, ഡാൻസ്, ആർട്ട് ആൻഡ് സൈക്കോളജി. ഇത്രയും സബ്ജക്റ്റിലാണ് അവർ വേക്കൻസി പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. ക്വാളിഫിക്കേഷൻ്റെ ഇതിൽ BEd, പോസ്റ്റ് ഗ്രാജുവേറ്റ്, ട്രെയിൻഡ് ഗ്രാജുവേറ്റ് എന്നൊക്കെ അവർ മെൻഷൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. 5 വർഷത്തെ എക്സ്പീരിയൻസും. അപ്പോൾ നാട്ടിൽ നിന്നൊക്കെ ടീച്ചേഴ്സിൻ്റെ വേക്കൻസി ഖത്തറിലോട്ട് നോക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ ജസീന ഹ്യൂമൻ റിസോഴ്സിൻ്റെ സൈറ്റ് ചെക്ക് ചെയ്യുക, റോഡിൽ പോയിട്ട് അപ്ലൈ ചെയ്യുക കേട്ടോ. ഒരുപാട് വേക്കൻസീസ് അവർ ഇട്ടിട്ടുണ്ട് കേട്ടോ. അതുപോലെ ശാന്തിനികേതൻ ഇന്ത്യൻ സ്കൂളിൽ അവർ ഈവനിങ് ഷിഫ്റ്റിനാണ് ആ വേക്കൻസി ഒക്കെ ഇട്ടിരിക്കുന്നത്. അപ്പോൾ ടീച്ചേഴ്സിൻ്റെ ജോബ് നോക്കുന്ന ഖത്തറിലുള്ള ആൾക്കാരൊക്കെ ശാന്തിനികേതൻ സ്കൂളിൻ്റെ വെബ്സൈറ്റ് ചെക്ക് ചെയ്യുക കേട്ടോ. അതുപോലെ ഒരു ഫാർമസിസ്റ്റിൻ്റെ ഒരു പാർട്ട് ടൈം ഓപ്പർച്യൂണിറ്റീസ് മാർബിൾ മെഡിക്കൽ സെൻ്ററുകാർ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഫാർമസിസ്റ്റ് പാർട്ട് ടൈം ആണെന്ന് അവർ മെൻഷൻ ചെയ്തിട്ടുണ്ട്. QCHP ലൈസൻസ് വേണമെന്ന് പറയുന്നുണ്ട്. അതുപോലെ ഇംഗ്ലീഷും അറബി അറിയണമെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. മാർബിൾ മെഡിക്കൽ സെൻ്റർ, അതിൻ്റെ ഇൻഫർമേഷൻ വേണമെങ്കിൽ കമൻറ്റ് ചെയ്യുക, ഞാൻ ഫോർവേഡ് ചെയ്ത് തരാം കേട്ടോ. അതുപോലെ തന്നെ യുണൈറ്റഡ് മാൻപവർ ഏജൻസി ഡെൻ്റൽ നഴ്സിൻ്റെയും ഡെർമറ്റോളജി നഴ്സിൻ്റെയും വേക്കൻസി ഇട്ടിട്ടുണ്ട്, യുണൈറ്റഡ് മാൻപവർ ഏജൻസി കേട്ടോ. അപ്പോൾ ഈ ജോബ് നോക്കുന്നവരുണ്ടെങ്കിൽ യുണൈറ്റഡ് മാൻപവറിൻ്റെ സൈറ്റ് ചെക്ക് ചെയ്യുക കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ജസീന ഹ്യൂമൻ റിസോഴ്സിൻ്റെ സൈറ്റിൽ അവർ സീനിയർ ഡ്യൂട്ടി ഓഫീസർ, ഇത് ഓൾറെഡി ഞാനൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളതാണ് കേട്ടോ. ഖത്തറിലെ ഒരു ഗവൺമെൻറ് ഹോസ്പിറ്റലിലേക്ക് സീനിയർ ഡ്യൂട്ടി ഓഫീസർ ഹോസ്പിറ്റാലിറ്റി, ഹോട്ടൽ മാനേജ്മെൻറ്റിലെ ഡിഗ്രിയും ഡിപ്ലോമയും കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റിയ പോസ്റ്റാണ്. കാറ്ററിങ്ങിലൊക്കെ 4 വർഷത്തെ എക്സ്പീരിയൻസ് ആണ് അവർ ചോദിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അതൊക്കെ ആ ക്വാളിഫിക്കേഷനൊക്കെ ഉള്ളവർക്ക് സീനിയർ ഡ്യൂട്ടി ഓഫീസർ ഹോസ്പിറ്റാലിറ്റി എന്ന് പറഞ്ഞൊരു പോസ്റ്റ് ജസീന ഹ്യൂമൻ റിസോഴ്സ് അവരുടെ സൈറ്റിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ
വേറൊരു പോസ്റ്റ് അവർ ഇട്ടിരിക്കുന്നത് നേഴ്സിംഗ് ഇൻഫോർമാറ്റിക് കോർഡിനേറ്റർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പോസ്റ്റും കൂടെ ജസിന ഹ്യൂമൻ റിസോഴ്സ് ഇട്ടിട്ടുണ്ട്. അതിന് BSc നഴ്സിംഗ് പ്ലസ് IT-ലൊക്കെ എക്സ്പീരിയൻസ് ഉള്ളവർക്കാണ് കേട്ടോ. ബാച്ചിലർ ഡിഗ്രി ഇൻ ഹെൽത്ത് കെയർ റിലേറ്റഡ് ഫീൽഡ് പ്ലസ് IT റെക്കഗ്നൈസ്ഡ് സർട്ടിഫിക്കറ്റ് വേണമെന്ന് അവർ മെൻഷൻ ചെയ്തിട്ടുണ്ട്. 6 വർഷത്തെ ഹെൽത്ത് കെയർ എക്സ്പീരിയൻസ്, അതിൽ 2 വർഷം ക്ലിനിക്കൽ ഇൻഫർമേഷൻ സിസ്റ്റത്തിലുള്ള എക്സ്പീരിയൻസ് വേണമെന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ട്. നഴ്സിംഗ് ഇൻഫോർമാറ്റിക് കോർഡിനേറ്റർ അത് രണ്ടും ഇട്ടിരിക്കുന്നത് ജസിന ഹ്യൂമൻ റിസോഴ്സ് ആണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ അപ്ഡേറ്റ്. അപ്പോൾ എല്ലാവരും ഓടിപ്പോയി അപ്ലൈ, വിൻ ആൻഡ് എൻജോയ്. താങ്ക് യു സോ മച്ച്.